ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ആരെയും ആകർഷിച്ചു പോകുന്ന നല്ല കുറച്ച് കടലാസ് പൂക്കളാണ് കേട്ടോ. തെക്കേ അമേരിക്കയിൽ ജനിച്ചിട്ട് പല നാടുകളിലേക്കും യാത്ര ചെയ്ത് പലയിടത്തും നല്ല സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ ബോഗൺവില്ല എന്ന് പറയുന്നത്. ബോഗൺവില്ല ഒരു സീസണൽ പ്ലാന്റ് ആണെങ്കിലും എല്ലാവരുടെയും മനം കവരുന്ന നല്ലൊരു ചെടിയാണിത്. നമ്മുടെ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് വേനൽക്കാലം മുഴുവൻ നിറയെ പൂക്കൾ തരികയും അത് കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ ആ പൂക്കളൊന്നുമില്ലാതെ ഈ ചെടി പലരും സൂക്ഷിച്ചു വെക്കാറുണ്ട്. അത് മറ്റൊന്നിനല്ല, അടുത്ത വേനൽക്കാലത്ത് വീണ്ടും ഇതേപോലെ നിറയെ പൂക്കളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന ബോഗൺവില്ലാസ് എല്ലാം നമ്മുടെ ഔട്ട്ലെറ്റിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് തയ്യാറാക്കി എടുക്കുന്ന ചെടികളാണ് കേട്ടോ. പിന്നെ നല്ല വെയിലത്താണ് ഈ ചെടി ഇരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു തണലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഇത് ഓപ്പണായി കിടക്കുന്ന നല്ല മരുഭൂമി പോലെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് ഞാൻ എടുത്തു പറഞ്ഞത്, ഈ ചെടിക്ക് സൂര്യപ്രകാശം വേണ്ടുവോളം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചെടിയാണിത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എത്ര കഠിനമായ ചൂടും ഈ ചെടി സഹിച്ചോളും. നല്ല വെയിൽ കിട്ടുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുന്നത്. ഒരുപാട് വെയിൽ കിട്ടുന്നുണ്ടെങ്കിലും ഒരുപാട് വെള്ളം ഈ ചെടി ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. കൂടാതെ കാര്യമായ അസുഖങ്ങളൊന്നും ഈ ചെടിയെ ബാധിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ജൈവവളം, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വളങ്ങൾ മാസത്തിൽ 1-2 തവണയൊക്കെ ചെടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചൂടുള്ള കാലാവസ്ഥകളിൽ പെട്ടെന്ന് വളരുകയും വർഷം മുഴുവൻ പുഷ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു സുന്ദരി ചെടിയാണിത്. ഒരുപാട് നിറങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പണ്ടൊരു കാലത്ത് ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനെ വേലിയുടെ സൈഡിലൊക്കെയാണ് കണ്ടുവന്നിരുന്നത്. പിന്നെ നമ്മുടെ ശാസ്ത്രം വളരുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചെടികളെല്ലാം ഇതേപോലെ ഓരോ ചെടിച്ചട്ടിയിലും ഒതുങ്ങി നിൽക്കുകയും നിറയെ പൂക്കൾ തരികയും ഒക്കെ ചെയ്തു. ശക്തമായ സൂര്യപ്രകാശവും ഇടയ്ക്കിടെയുള്ള വളമിടലും ഇവയുടെ വളർച്ചയെ അനുകൂലിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ വെള്ളം കൊടുക്കുക. അമിതമായ വെള്ളം പൂക്കൾ ഉണ്ടാകാതിരിക്കുന്നതിനും ചിലപ്പോൾ വേരുകൾ അഴുകി ചെടിയുടെ നാശത്തിന് തന്നെ കാരണമായേക്കാം. ചെടിയുടെ കൊമ്പുകൾ ഒടിച്ചു മാറ്റുകയോ അതല്ലെങ്കിൽ ചെത്തി മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവയുടെ വളർച്ചയുടെയും പൂക്കൾ ഉണ്ടാകുന്നതിൻ്റെയും ഒക്കെ വേഗത നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. നേരിട്ട് നഴ്സറികളിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവരുന്ന ചെടിയായാലും നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ നഴ്സറികളിലെ മണ്ണിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയും നമ്മുടെ വീട്ടിലെ മണ്ണിൻ്റെ പ്രത്യേകതയും ഒത്തിരി വ്യത്യാസമുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് വളരേണ്ടതിന് പോലെ തന്നെയാണ് നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണുമായിട്ട് യോജിച്ച് ഈ ചെടി വളർന്നു വരേണ്ടത്. ഇപ്പോൾ നമ്മുടെ സീസൺ എന്ന് പറയുന്നത് ബോഗൺവില്ലയുടേതായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പല റേറ്റിലാണ് ഈ ചെടികൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരിലേക്ക് എത്തുന്നത്. പിന്നെയും പൈസ നോക്കാതെ ചെടിയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരെണ്ണമെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് വാങ്ങിച്ചു വെക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 2 വലുപ്പത്തിലുള്ള ചെടികൾ കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന സൈസിലുള്ള ചെടിയുടെ വില എന്ന് പറയുന്നത് 450 രൂപയും ഈ കാണുന്ന വലുപ്പത്തിൽ വരുന്ന ചെടികൾക്ക് നമ്മൾ 350 രൂപയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ എടുക്കുക, അതിനകത്തേക്ക് വിളിക്കരുത് കേട്ടോ, മെസ്സേജ് അയച്ചാൽ മതിയേ. ഒരുപാട് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ അത് വളരെ നല്ല രീതിയിൽ ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ ഓർക്കിഡിൻ്റെ സെയിൽ വഴി പലരും നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് കണ്ടപ്പോൾ അവരെല്ലാം പറഞ്ഞു മറ്റുള്ള എല്ലായിടത്തും കൊടുക്കുന്നതിലും റേറ്റ് കുറഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ ചെടികൾ കൊടുക്കുന്നതെന്ന്. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പലരിൽ നിന്നും കേട്ടപ്പോൾ നമ്മൾ ഓർക്കിഡിൻ്റെ ഒരു കോംബോ 2-3 ദിവസം കൊണ്ടാണ് കേട്ടോ കഴിഞ്ഞത്. പുതിയ സ്റ്റോക്ക് നമ്മൾ ഇറക്കുന്നുണ്ട്. 2 വർഷത്തിൽ കൂടുതലായിട്ടോ ഞാൻ ഇതുപോലെ ചെടികളുടെ ഒരു മേഖലയിലേക്ക് കടന്നിട്ട്. അന്ന് മുതൽ നമ്മൾ കൊടുത്തിരുന്ന പല ചെടികളും ഇപ്പോഴും പലരും ഫോട്ടോസ് ഇട്ട് തരാറുണ്ട്, പൂക്കൾ വരുമ്പോഴും പൂക്കൾ കഴിയുന്ന സമയത്തൊക്കെ. അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പഴയ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് ചോദിച്ചു,
ഞങ്ങൾ നേരത്തെ ഇതുപോലെ ഒരു ചാനൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. ഒരു ഓർക്കിഡിൻ്റെ വീഡിയോയോട് കൂടിയിട്ടാണ് ഇത്രയും ഈ ചാനൽ എല്ലാവരിലേക്കും എത്തുന്നത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുന്നതിലും വളരെ റേറ്റ് കുറവിലാണ് നിങ്ങളുടെ ചെടികളെല്ലാം ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. സാധാരണക്കാരിലേക്കും കൂടി കുറഞ്ഞ റേറ്റിൽ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന ചെടികൾ അവരുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായി കാണാനുള്ള ഒരാഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെയൊക്കെ ചെടികൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെടിയുടെ വിശേഷങ്ങൾ മാത്രമല്ല ഇന്ന് പറഞ്ഞത്, നമ്മുടെ മറ്റു ചില വിശേഷങ്ങൾ കൂടി ഇതിനകത്തേക്ക് കടന്നു വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ബോഗൺവില്ലയുടെ വിശേഷങ്ങൾ. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. കുറേ കോള് അറ്റൻഡ് ചെയ്യാറേ ഇല്ല, കാരണം നമുക്ക് ഓർക്കിഡ് കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.